2020 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ യൂട്യൂബ് ഇത്രയും കാര്യമാക്കി എടുക്കുന്നു. ഇപ്പം 5 വർഷം തികയാണ്. ഈ 5 വർഷത്തിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. യൂട്യൂബ് ചാനൽ പുതിയതായി തുടങ്ങിയവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇത് ഉപകാരമാവട്ടെ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗൺ ആയ സമയമായിരുന്നു. ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഫോട്ടോഗ്രാഫി പാഷനായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് അതെങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പിന്നെ പതിയെ പതിയെ അത് വീഡിയോഗ്രാഫിയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫേസോ ഒന്നും ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നും ഇന്നും എന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടന്റ് മാറ്റി പിടിക്കാൻ തുടങ്ങി. പിന്നെ കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ഒരു റിവ്യൂ വീഡിയോസ്, അതിൽ അത്യാവശ്യം റീച്ച് കിട്ടിയായിരുന്നു. എന്നാലും വിചാരിച്ച പോലെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു. അതായത് സയൻസ് എക്സ്പീരിമെന്റ്സ്, കെമിസ്ട്രി നമ്മൾ പഠിക്കുകയല്ലോ +2-ൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുക്സൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ എക്സ്പീരിമെന്റ്സ് ഒക്കെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് അത് വീഡിയോ എടുത്ത് ഇടലായിരുന്നു പിന്നീടുള്ള പരിപാടി. അത് വിചാരിച്ച പോലെ റീച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ വീഡിയോ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിലുള്ള ഒരു സാധാരണ സ്മാർട്ട് ഫോണാണ്. ക്യാമറയോ കാര്യങ്ങളോ ഇല്ല, ഐഫോണോ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. എന്തിനും, ക്യാമറയ്ക്കാണെങ്കിലും നമ്മളുടെ കണ്ടന്റിനാണെങ്കിലും. 2 കണ്ടന്റുകൾ ഒരു ചാനലിൽ ചെയ്യാം. പക്ഷേ എന്താണെങ്കിലും ആ എടുക്കുന്ന വീഡിയോയ്ക്ക് ഒരു ഭംഗിയും ഒരു ക്ലാരിറ്റിയും അതിനൊരു സ്മൂത്തൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ നല്ല രസമായിരിക്കും. ഞാൻ ഇപ്പോൾ ഫുഡ് വ്ളോഗാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. ഡെയിലി ലൈഫ് വ്ളോഗ്സും ഞാൻ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ കുറേ ടൈപ്പ് കണ്ടന്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഏതൊക്കെയാണ് ഇത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയായിരുന്നു. 2020 തുടങ്ങി 25 വരെ ഞാൻ ഇതേ പരിപാടി ആയിരുന്നില്ല. ഞാൻ 2020 ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. പല പല കണ്ടന്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു നീണ്ട ബ്രേക്ക് എടുത്തായിരുന്നു. കുറച്ച് കൊല്ലത്തിന് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടും, അങ്ങനെ മാത്രം. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും എനിക്ക് കാര്യമായിട്ട് ഇതിലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഐഡിയ കിട്ടി വരുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ ഫോണിന് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് വീണിട്ടൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ആ ഫോണിൽ തന്നെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നല്ലൊരു ക്യാമറയോ അല്ലെങ്കിൽ ക്യാമറ ഫോണോ കയ്യിൽ വേണം. പിന്നെ അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാൻ അറിയണം. പിന്നെ സ്കില്ല് എപ്പോഴും നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഒരേ രീതിയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് വളരെയധികം ചുരുക്കം ആൾക്കാർ തന്നെ മുഴുവൻ ഇരുന്ന് കാണുന്നുള്ളൂ. പലരും സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കണ്ടന്റ് ഇടാനുണ്ടെങ്കിൽ അതിന് മാക്സിമം ഷോർട്ടാക്കാൻ നോക്കുക. എത്രത്തോളം ഷോർട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടാക്കുക. കാരണം ആളുകൾക്ക് പെട്ടെന്ന് ഒരു കാര്യം കണ്ടറിയണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നിങ്ങൾ ഇത് ക്വിറ്റ് ചെയ്ത് വേറെ കാര്യത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. യൂട്യൂബിൽ തന്നെ എപ്പോഴും നിങ്ങളിങ്ങനെ വിശ്വസിച്ചിരിക്കരുത്. വേറെ എന്തെങ്കിലും ജോബ് നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കാണ് മെയിൻലി ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. ഇനിയും വ്ളോഗ്സ് വരുന്നതാണ്. അപ്പോൾ പുതിയ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സക്സസ് ഉണ്ടാക്കാൻ പറ്റട്ടെ യൂട്യൂബിൽ. അത്ര തന്നെ.